ഇന്നത്തെ താരങ്ങൾ രണ്ടുപേരെ വിളിക്കാം. നമുക്ക് മഞ്ഞക്കിളികൾ രണ്ടാളായിക്കോട്ടെ. മഞ്ഞയാണോ അത് പച്ചയാണോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മഞ്ഞയായിട്ട് തോന്നണം. എന്തായാലും മാച്ചിങ് ഡ്രസ് ഇട്ട് വന്നിട്ടുള്ള അമ്മയും മകനുമാണ്. ഇവര് രണ്ടുപേരും നെഗറ്റീവ് ഷെയ്ഡാണ് നമ്മുടെ സീരിയലിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. എന്നോടൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണ്. അത് ചിലപ്പോൾ അഭിനയമായിരിക്കോ? സ്നേഹം കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ അഭിനയാണോ? ഒറിജിനൽ ഫേസ് അവിടെ കാണിക്കുന്നുണ്ട്. ഒറിജിനൽ ഫേസ് അവിടെ കാണാനുണ്ട്. എന്തായാലും നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. അബി, ആകാശ്, മുരളി. അബിയുടെ അമ്മയെ കൂടെ വിളിക്കാം. ജലജ, സ്മിത പി സാമുവൽ. ഇങ്ങനെ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് അമ്മയും മോനെയും തിരിച്ചറിയാൻ തന്നെയാണോ നിങ്ങളിങ്ങനെ കോമ്പിനേഷനൊക്കെ നോക്കി ഡ്രസ് ചെയ്തത്? ഞങ്ങളെ മനസ്സത്ര പൊരുത്തമാണ്. ശരി, അത് കേൾക്കുമ്പോഴാ മനസ്സത്രയും പൊരുത്തമുണ്ടെന്ന് അവർ തമ്മിൽ. ഇവരവിടെ നെഗറ്റീവ് ഷെയ്ഡാണ്, ഇവര് തമ്മിലാണ് എല്ലാ ഗൂഢാലോചനകളും. ഇത് തന്നെ അടുത്ത ആൾക്കാരും പറയും. ഈ മനസ്സിന്റെ കാര്യമല്ലേ, മനസ്സിന്റെ പൊരുത്തത്തിന്റെ കാര്യം പറയാനാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്. എന്തായാലും ഡ്രസ്സൊക്കെ സൂപ്പറാ. സീരിയലിലെ റോള് പോലെ തന്നെയാണോ നിങ്ങൾ റിയൽ ലൈഫിലും? എൻ്റെ ക്യാരക്ടറും എൻ്റെ ജീവിതത്തിലെ ലൈഫായിട്ട് യാതൊരു സംബന്ധവുമില്ല. എന്തായാലും അബി രണ്ട് വാക്ക് പറയട്ടെ. മൈക്ക് കൊടുത്തോ? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ വീണ്ടും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇപ്പം പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ 22ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പം ഇവിടുത്തെ വീണ്ടും ഈ കുട്ടികളെല്ലാവരെയും പെർഫോമൻസ് കാണാനും അപ്പം ഇനിയും നമ്മളെ പ്ലേ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. അതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഇനി എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നമസ്കാരം. പുത്തൂരിൻ്റെ മണ്ണിൽ നമ്മളെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യവും വന്നിരുന്നു. അപ്പോൾ നമ്മുടെ പത്തരമാറ്റിലെ എന്താ പറയുക, നമ്മളൊരു കുടുംബം പോലെയാണ്. കാരണം നമ്മുടെ എല്ലാവർക്കും ബിസിയുണ്ട്. എന്നിട്ട് പോലും നമ്മൾ വിമിതയുടെയും ടിറ്റോയുടെയും ഈ 22ാം ആനിവേഴ്സറിക്ക് വരാൻ സാധിച്ചു. പ്ലേ സ്കൂളിൻ്റെ 22ാം ആനിവേഴ്സറിക്ക് വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിച്ചോ? നമ്മളുടെ കുട്ടിക്കാലല്ലേ, എൻ്റെ കുട്ടിക്കാലം. എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ചെറുപ്പം ഓൾറെഡി ചെറുപ്പമാണ്. അപ്പോൾ ഒരു ചെറുപ്പകാലത്തേക്ക് പോയതുപോലെ തോന്നി. അപ്പോൾ പക്ഷേ വിമിതേനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ഈ പ്ലേ സ്കൂളിനോടൊപ്പം വിമിതയുടെ പാഷനും കൂടെ കൊണ്ടുപോകാൻ ടിറ്റോ ചേട്ടൻ്റെ സപ്പോർട്ട് വളരെയധികമാണ്. അപ്പോൾ അത് ആ പാഷനും കൂടെ കൊണ്ടുവന്നത് ഇല്ലേ, ഉറപ്പായിട്ടും ഭയങ്കര നല്ല കാര്യമാണ്. 22 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നീണ്ട കാലഘട്ടമാണ്. മാനേജ് ചെയ്യാൻ അത്രയും പാട്. അതെ, അവിടെയാണ് പകുതി സമയം. അപ്പോൾ എന്നാൽ ഇങ്ങോട്ടൊക്കെ ഓടി വരാറുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിലും ഫുൾ ടൈം സീരിയലിലെ ക്യാരക്ടർ വന്നു പോകുന്നുണ്ടോ? അത് തനിയെ വന്നാ ഇപ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്ന് ഫോണൊക്കെ ചെയ്യുമ്പോൾ നമ്മളോർക്കും എന്താ ഇങ്ങനെ ഇരുന്ന് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നത് വിമിതയാണ്. അപ്പോൾ ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ പത്തനംതിട്ട ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും ഒരേ ഒരു കുടുംബം പോലെയാണ്. താങ്ക് യു.